കഴിഞ്ഞ ദിവസം ഇലക്ഷന് ശേഷം കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ CPM-ന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയിട്ട് തന്നെ ഓരോ പ്രദേശത്തും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വോട്ട് നഷ്ടപ്പെട്ട CPM ആ ജാള്യത മറച്ചു പിടിക്കാൻ പ്രവർത്തകന്മാർക്ക് ആത്മവിശ്വാസം നൽകാൻ കാലിലെ അടിയിലെ മണ്ണ് ഒഴുകിപ്പോയത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കി മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ സമയത്ത് തന്നെ ബോംബ് പൊട്ടി ഒരു പ്രവർത്തകൻ മരണപ്പെട്ടു. ഇലക്ഷൻ ശേഷം സൂക്ഷിച്ചു വെച്ച ബോംബ് CPI-യുടെ ബ്രാഞ്ച് സെക്രട്ടറി ഹരീഷിന്റെ അച്ഛൻ വേലായുധൻ തേങ്ങ പെറുക്കാൻ പോകുമ്പോ ആ പാത്രം എടുത്തു നോക്കി അത് കഴിച്ചു നോക്കുമ്പോഴാണ് 90 വയസ്സുള്ള വയോവൃദ്ധനായിട്ടുള്ള വേലായുധൻ മരണപ്പെട്ടത്. വേലായുധന്റെ കൊലപാതകത്തിന് ഉത്തരവാദി CPM-ന് കണ്ണൂർ ജില്ലയിൽ വലിയ രീതിയിലുള്ള വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മത തീവ്രവാദികളുടെ കൂടെ വോട്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ അത് തിരിച്ചറിഞ്ഞ സാധാരണക്കാരായ CPM അണികൾ അവർ വോട്ട് ചെയ്യാതെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വോട്ട് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് മെനഞ്ഞാന്ന് പയ്യന്നൂർ കരിവള്ളൂരിൽ എന്റെ വലതുവശിരിക്കുന്ന ബാലേട്ടൻ നമ്മുടെ പഴയകാല പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ കിഡ്നി സംബന്ധമായ അസുഖം കാരണം ഡയാലിസിസ് നടക്കുക. 6-7 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ അസുഖം അയാൾ പ്രദേശത്തുള്ള ആളുകൾ കണ്ടു. പക്ഷെ അതെല്ലാം വകവെക്കാതെ CPM നേതൃത്വത്തിന്റെ അറിവോടുകൂടി നേതൃത്വം മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ആ വീട് വളയുകയും ആ വീട്ടിൽ കരിവള്ളൂർ പഞ്ചായത്തിൽ BJP-ക്ക് ലഭ്യമായിട്ടുള്ള കഴിഞ്ഞ വർഷത്തെക്കാളും ഇരട്ടി വോട്ട്, ഏകദേശം 1200-ഓളം വോട്ട് ആ പഞ്ചായത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. അവിടെ ഒരു ബൂത്തിൽ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഭാവി പ്രവർത്തനത്തെ പറ്റി ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ബാലേട്ടന്റെ വീട്ടിൽ പഴയകാല പ്രവർത്തകനാണ്. ജനാധിപത്യ രീതിയിൽ യോഗം ചേർന്നു. ആ യോഗം കഴിഞ്ഞ് 1 മണി 6:30 യോഗം തുടങ്ങി. 7:20 ആകുമ്പോൾ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി. കാരണം ആ വീട് വളഞ്ഞ 10-200-ഓളം ആളുകൾ വീട് വളയുകയും വീട്ടിലേക്ക് വന്ന ആ പ്രദേശത്തുള്ള ആ തൊട്ടടുത്തുള്ള ആളുകൾ അവരുടെ വാഹനത്തിന്റെ ചാവി ഒരു സംഘർഷ മേഖലയല്ല, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും യാതൊരുവിധ പ്രശ്നവുമില്ല. അതുകൊണ്ട് ആ വാഹനത്തിന്റെ മുകളിൽ വെച്ച മോട്ടോർ സൈക്കിൾ വെച്ച ചാവി എടുത്തു. വന്ന കാറിന്റെ 4 ടയറിന്റെയും കാറ്റടിച്ചു വിട്ടു. മോട്ടോർ സൈക്കിളിന്റെ കാറ്റടിച്ചു വിട്ടു. വലിയ രീതിയിലുള്ള ഭീഷണികൾ, കൊല്ലുമെന്നുള്ള ഭീഷണി മുഴക്കുക. ആ വീട്ടിന്റെ ചുറ്റും വളഞ്ഞു നിന്ന് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാക്കി പോലീസിനെ അറിയിച്ചു. നമ്മുടെ പോലീസ് 200-ഓളം ആളുകൾ അവിടെ തടിച്ചുകൂടി എന്ന് പറഞ്ഞിട്ടും 4 പോലീസുകാരാണ് പോയത്. 4 പോലീസ് വന്നപ്പോൾ 204 ആളായി എന്നല്ലാതെ അതിനപ്പുറത്തൊന്നും ഉണ്ടായില്ല. 4 പേര് കൂടി. അക്രമത്തിന് കൂടിയിട്ടില്ലെങ്കിലും അവരെ അക്രമികളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടോ അവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ശ്രമിച്ചത്. അവരുടെ മൂകസാക്ഷിയായി നിൽക്കുകയാണ്. കാരണം CPM-ന്റെ അറിയപ്പെടുന്ന പ്രാദേശിക നേതാക്കന്മാരൊക്കെ അതിലുണ്ട്. മൂകസാക്ഷിയായി നിൽക്കുന്നപ്പോഴാണ് ഞങ്ങൾ SP-നെ വിളിക്കുന്നത്. SP-യെ വിളിച്ചിട്ടും കുറച്ച് സമയം സംസാരിച്ചിട്ടും സമയം കഴിഞ്ഞിട്ട് പോലും ഒരു വകയുമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് DIG-യെ വിളിക്കുന്നത്. DIG വിളിച്ചു, ഒരു വാഹനം അയച്ചു, വീണ്ടും കുറച്ചു പേരെ.
അവരും നേരത്തെ വന്ന ആളുകൾക്ക് പോലീസിന് സമാനമായ രീതിയിൽ തന്നെ അവരുമായിട്ട് അനുനയ ചർച്ച നടത്തുകയാണ്. അതിന് വീഡിയോ നിങ്ങളുടെ ചാനൽ മുഖാന്തരം കാണിച്ചിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. പോലീസ് ഇവരുമായിട്ടാണ് സംസാരിക്കുന്നത്. വീട്ടിന്റെ അകത്തിരിക്കുന്ന യോഗം നടത്തിയുള്ള 10-20 ആളുകളുടെ പേര് എഴുതിയെടുക്കുക. ആ പ്രദേശത്തുള്ള ആളുകളെ അഡ്രസ് എഴുതിയെടുക്കുന്നു, ഫോൺ നമ്പർ എഴുതിയെടുക്കുന്നു. പുറത്തിരിക്കുന്ന 10-200ഓളം പ്രകോപിതരായിട്ട് വന്നിട്ടുള്ള യാതൊരു പ്രശ്നവുമില്ലാത്ത വീട് വളഞ്ഞിട്ടുള്ള ഈ ക്രിമിനൽസിനെ മാറ്റാൻ പോലീസ് തയ്യാറായിട്ടില്ല. അങ്ങനെ ADGP വിളിക്കേണ്ടി വന്നു. സംസ്ഥാന അധ്യക്ഷനെ അറിയിക്കുകയും സംസ്ഥാന അധ്യക്ഷൻ ADGP വിളിച്ചതിന് ശേഷമാണ് അവിടെ കുറച്ചുകൂടി പോലീസുകാർ വന്നിട്ടുള്ളത്. അവര് പറയുന്നെന്താ, 11 മണി 7 മണിക്ക് തുടങ്ങിയ ഈ കൊലവിളി 11 മണിക്കാണ് അവസാനിച്ചിട്ടുള്ളത്. 11 മണിക്കാണ് അവർ മടങ്ങിപ്പോയിട്ടില്ല, അവർ അങ്ങോട്ട് മാറി നിന്നത്. 11 മണി വരെ പോലീസ് ഇവരുമായി ചർച്ച നടക്കുക. ആ ചർച്ച നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇവരിറങ്ങിപ്പോകുമ്പോൾ തന്നെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇറങ്ങിയ ആളുകളെ പുറത്തടിക്കുകയാണ്, പുറത്ത് മർദ്ദിക്കുന്നു. പ്രകോപനപരമായ രീതിയിലുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത്, കാലുകൊത്തും കൈകൊത്തും ഒക്കെ. ഇത് ജനാധിപത്യമാണ്. ഇതാണോ MP ജയരാജന്റെ ഈ ഗോവിന്ദൻ മാഷിന്റെ ജനാധിപത്യം? 2 കിഡ്നിക്കും അസുഖം ബാധിച്ച് 7 വർഷമായി ഡയാലിസിസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്വതന്ത്രമായിട്ടൊരു യോഗം ചേരാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്ത് ജനാധിപത്യമാണ്? ഇവിടെയാണോ അന്യന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്നത്? അന്യന്റെ കരച്ചിലാണ് സംഗീതം പോലെ ആസ്വദിക്കുന്നത്. CPM എപ്പോഴും പറയുന്നത് അന്യന്റെ ശബ്ദം സംഗീതം പോലെ സംഗീതം പോലെ ശ്രമിക്കുന്ന പാർട്ടിയാണ് CPM എന്ന. CPM ഇപ്പോ അന്യന്റെ കരച്ചിൽ സംഗീതം പോലെ ശ്രമിക്കുന്ന പാർട്ടിയായി മാറി. അതാണിപ്പോ സമീപ സംഭവങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കാൻ മനസ്സിലാകുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ വന്ന് ഓണക്കുന്ന് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ആളുകളെ കൂട്ടി വാട്സപ്പ് മുഖാന്തരം വാട്സപ്പ് സന്ദേശം അയച്ചിട്ടാണ് ആ സമീപ പ്രദേശത്തുള്ള കുറെ ക്രിമിനലുകൾ വന്നിട്ടുള്ളത്. ആ ക്രിമിനലുകളെ നിലക്ക് നിർത്താൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറിവോടുകൂടിയാണ് ഇവരെയൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം അവിടെ അങ്ങനെയങ്ങ് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി കളയാം എന്നാണ് ഇവിടുത്തെ പാർട്ടിയുടെ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയൊക്കെ വിചാരിച്ചത്. ഞങ്ങൾ ഇന്നലെ അവിടെ പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി നേരത്തെ അകത്താണ് കൂടിയിരുന്നെങ്കിൽ യോഗം ഇന്നലെ പുറത്തുകൂടി, മുറ്റത്തുകൂടി. ബഹുമാനപ്പെട്ട മുൻ സംസ്ഥാന അധ്യക്ഷൻ CKP അത് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി അവിടെ 11 മണി തൊട്ട് 1:15 മണി വരെ അവിടുത്തെ പഞ്ചായത്തിനെ പറ്റി അവലോകനം നടത്തി, മണ്ഡലത്തെ പറ്റി അവലോകനം നടത്തി, എല്ലാം ചർച്ച ചെയ്ത്. അന്ന് അവിടെ പോലീസ് കേൾക്കുന്നുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയപരമായ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആക്രമിക്കാൻ ആരെയും പോയിട്ടില്ല, അക്രമത്തിന് പ്രേരണ നൽകിയിട്ടുന്നില്ല, അക്രമത്തിന് നമുക്ക് താല്പര്യവുമില്ല. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു പ്രദേശമായി വീണ്ടും കണ്ണൂരിനെ മാറ്റുകയാണ്. MP ജയരാജൻ എന്താ പറയുന്നത്? ബോംബ് പൊട്ടി വേലായുധം മരണപ്പെട്ടു. സ്വന്തം കൂടെ കിടക്കുന്ന പാർട്ടി CPIയുടെ മുഴുവൻ സമയ പ്രവർത്തകരെ പോലെ പ്രവർത്തിക്കുന്ന ഹരീഷിന്റെ അച്ഛനെ തന്നെ കൊലക്ക് കൊടുത്തത് ആ മുന്നണിയിൽപ്പെട്ട പ്രബല പാർട്ടിയായ CPMന്റെ ആളുകളാണ്. കാരണം അവിടെ ബോംബ് വെച്ച് സൂക്ഷിച്ചു വെച്ച് ബോംബ് പൊട്ടിട്ട് മരിച്ച വേലായുധൻ, ആ വേലായുധന്റെ കുടുംബം പാവപ്പെട്ട കുടുംബമാണ്. ഇനി പാട്ടപ്പിരിവ് നടത്തിയിട്ട് പൊതുസമൂഹത്തിന്റെ കലക്ഷൻ എടുത്തിട്ടാണോ CPM ആ കുടുംബത്തെ സംരക്ഷിക്കാൻ പോകുന്നത്? CPM ഫണ്ടിന് കൊടുക്കണം. ഗോവിന്ദൻ മാഷയുടെയും MP ജയരാജന്റെയും ഒക്കെ കുമിഞ്ഞുകൂടിയിട്ടുള്ള ഫണ്ടുണ്ടല്ലോ, ആ ഫണ്ടിന് കൊടുക്കണം. ആ വയോവൃദ്ധന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായ CPM ആ കുടുംബത്തെ സംരക്ഷിക്കാൻ CPMന് ബാധ്യതയുണ്ട്. ആ പ്രദേശത്ത് 1-2 പ്രശ്നമാണ്, എത്രയെത്ര പ്രശ്നങ്ങളുണ്ട്. അവിടെ നേരത്തെ തന്നെ 2007 അവിടെ 2000 ബിജുവിനെ വെട്ടിയ കേസിലെ പ്രതികൾ, 2008 സുമേഷിനെ കെട്ടിയ കേസിലെ പ്രതികൾ, 2016 രതീശൻ എന്ന് പറയുന്ന BMSന്റെ താലൂക്ക് സെക്രട്ടറി, ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, പാവപ്പെട്ട കുടുംബം. അദ്ദേഹം ബൂത്തിലിരുന്ന ഒറ്റ പ്രശ്നമാണ്. ആ ബൂത്തിലിരുന്നതിന്റെ പേരിൽ ആ ബൂത്തിൽ നിന്ന് ഇറങ്ങി വരാൻ സാധിക്കാത്ത രീതിയിൽ പ്രതിരോധം സൃഷ്ടിച്ചു.
ഞങ്ങളൊക്കെ പോയിട്ടാണ് ഇറക്കിക്കൊണ്ടുവന്നത്. അന്ന് കേന്ദ്ര പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് അന്ന് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ചെയ്യും. ഒരു ബൂത്തിലിരുന്നതിന്റെ പേരിൽ ആ പിണറായി വിജയൻ അധികാരത്തിലേറി ആഹ്ലാദ പ്രകടനം നടത്തുന്ന ഒരു സംഘം ആളുകൾ ആ വീട്ടിൽ ചവിട്ടിപ്പൊളിച്ച് കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഇന്നും മൃതപ്രായനായിട്ട് കിടക്കുകയാണ്. അതിലെ കേസിലെ പ്രതികളും കൊടിസുനിന്റെയും ഷാഫിയുടെയും കൂടെ അക്രമത്തിലുണ്ടായിരുന്ന ആളെ 2000-ൽ സുമേഷിനെ ആക്രമിക്കുമ്പോ കൊടിസുനിയും മുഹമ്മദ് ഷാഫിയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെയുള്ള ആളുകളാണ് ആ പ്രദേശത്തുള്ള ആളുകൾ. ആ പ്രദേശത്തുള്ള ക്രിമിനൽ സംഘത്തെ വെള്ളപൂശുന്ന ആളുകളാണ് ആര്? MP ജയരാജൻ. MP ജയരാജൻ എന്താ പറഞ്ഞ? ആ പ്രദേശം BJPക്ക് ശക്തിയുള്ള പ്രദേശമാണ്. ഞാൻ ചോദിക്കട്ടെ, BJPയുടെ മന്ത്രി താമസിച്ച തറവാട് മന്ത്രി നിൽക്കുന്ന പ്രദേശം എന്നാണ് വാട്സപ്പില് ഈ കൊടുക്കുന്ന ക്യാപ്സ്യൂൾ വെച്ചിട്ടുള്ളത്? അവിടെ BJPക്ക് സ്വാധീനമുണ്ട്. എവിടെ BJPക്ക് സ്വാധീനം? ആ പ്രദേശത്തുള്ള ഓരോ കേസും എടുത്ത് പരിശോധിച്ചാൽ ഞാൻ പറയാം ആരൊക്കെ പ്രതികളാണ്. പേരെടുത്ത് പറയാൻ ഒരു മടിയുമില്ല ഞങ്ങൾക്കൊന്നും. വെട്ടിയ ആളുകളുടെ ദീപേഷും ജിമേഷും ഷിനിനും ഷിബിനും ഇവരൊക്കെ കൊടിസുനിനും കൂടെ ഷാഫിന്റെ കൂടെ പ്രതിയായതാണ് 2008 മാർച്ച് മാസം 8-ാം തീയതി സുമേഷിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. അതേ ആളുകൾ തന്നെയാണ് ആ പ്രദേശത്ത് ബിജുവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്, രമേശിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്, ജയനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്, ടെലിഫോൺ എക്സ്ചേഞ്ച് ജോലി എന്ന് ജയനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന് അറിയില്ല. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം കഴിഞ്ഞ കാല സംഭവങ്ങൾ കുറെ ഉണ്ടായി. പക്ഷെ ഈ കേസിലെ പ്രതികൾ അവിടെ മറ്റൊരു പ്രദേശമായ നമുക്കറിയാം കുണ്ടുചിറ. ആ കുണ്ടുചിറ ഭാഗത്ത് കുണ്ടുചിറയിൽ പോയി അവിടെയുള്ള CPM-കാരുമായിട്ട് പ്രശ്നമായി. CPM-കാരുമായിട്ട് പ്രശ്നമായിട്ടാണ് 2 CPM പ്രവർത്തകരെ അവിടെ പോയി ആക്രമിക്കുന്നത്. ആ ആക്രമിച്ചതിന്റെ ഭാഗമായിട്ട് അവിടെ അവർക്ക് പ്രശ്നമായി. കാരണം അവിടെ CPM-ന്റെ പ്രദേശം എന്ന് പറയുമ്പോൾ കൊടക്കളം സഖാക്കളുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തുള്ള കുണ്ടുചിറ സഖാക്കൾ. ആ കുണ്ടുചിറ പോയിട്ടാണ് അവർ 2 പേരെ വെട്ടിയത്. ആ വെട്ടിയ ആളുകളും ഈ പറയുന്ന കൊടക്കളത്തിലെ പ്രതികളായിട്ട് നേരത്തെ സൂചിപ്പിച്ച ആളുകൾ അവിടെ ഒരു സാമൂഹ്യ ദ്രോഹ പ്രവർത്തനം നടത്തുന്നവരാ. ആ ആളുകൾ കുണ്ടുചിറ പോയിട്ട് സ്വന്തം സഖാക്കളുമായി പ്രശ്നം. എന്തിനാണ് മറ്റൊരു സ്ഥലത്ത് പോകുമ്പോ, ആ മടപ്പുരയില് പോകുമ്പോ തിരക്ക് പോകുമ്പോ ഇതിനാ ആയുധം കൊണ്ടുപോകുന്നത്? ആയുധമെടുത്ത് വെട്ടിപ്പരിക്കേൽപ്പിച്ച 2 സഖാക്കളെ. അവരുമായി പ്രശ്നമായതിനു ശേഷം ഈ പറയുന്ന മോഹനേട്ടൻ എന്ന് പറയുന്ന കോൺഗ്രസ് മോഹനേട്ടന്റെ വീട്ടിന്റെ അകത്തളത്തിൽ പുറകുവശം ചവിട്ടി പൊളിച്ചിട്ടാണ് അവിടെ താമസിച്ചിട്ടുള്ളത് ദിവസങ്ങളോളം. ആ വീട്ടിലാണ് വേലായുധേട്ടൻ തേങ്ങ വെറുക്കാൻ പോയിട്ടുള്ളത്. ആ വീട്ടിലാണ് ബോംബ് പൊട്ടി മരിച്ചിട്ടുള്ളത്. ആ ബോംബ് പൊട്ടിയ സമയത്ത് പഞ്ചായത്ത് യോഗം ചേരുന്നു എന്നാണ് പറഞ്ഞത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ഇദ്ദേഹത്തിന് കോപ്പർട്ടി ഹോസ്പിറ്റലിന്റെ ആംബുലൻസ് എടുത്ത് സഹായിച്ച് കൊണ്ടുപോയത്. ശരി തന്നെയാണ്. പക്ഷെ അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവിടെയുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ഥിരം ക്രിമിനൽ സംഘം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അടക്കി വാഴ്ത്തുന്ന ആ ആളുകൾ അവിടെ 19 ആളുകൾ അവിടെ വരികയും അവിടെ നിർമ്മിച്ചു വെച്ച ബോംബുകൾ അവിടെ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സമീപ പ്രദേശത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പോലീസ് റെയ്ഡൊക്കെ നടത്തി. പോലീസ് ഇപ്പോൾ ചെയ്യുന്ന പോകുന്ന വണ്ടിയില് ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് പോകുന്ന പോലീസ്, ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് പോകണമെന്ന് ശ്രമിച്ചാൽ അവിടെ പി.ശശിയുടെ വിളി വരും, ഇടത്തോട്ട് പോകേണ്ട വലത്തോട്ട് പോയാൽ മതി. അപ്പൊ വലത്തോട്ട് പോകുന്ന പോലീസുകാരാണ് ഇപ്പോൾ. അതുകൊണ്ട് പോലീസ് ബോംബുള്ള സ്ഥലത്തല്ല പോകുന്നത്, ബോംബില്ലാത്ത സ്ഥലത്ത് പോയി പരിശോധിച്ച് വെറുതെ ഒരു പ്രഹസനം കാണിക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ചാനൽ കാണിച്ച ദൃശ്യമാണ്, CCTV ദൃശ്യം. എന്താണ്? ഒരു പ്രവർത്തകന്റെ വീട്ടിൽ ബോംബെറിയാണ്, BJP പ്രവർത്തകന്റെ വീട്ടിൽ ബോംബെറിയുന്ന കോവിഡ് കാലത്ത് ധരിക്കുന്ന ഡ്രസ്സുമായിട്ടാണ് ധരിച്ചിട്ട് വന്നിട്ടുള്ളത്. കോവിഡ് കാലത്ത് ധരിക്കുന്ന ഡ്രസ്സുമായി ധരിച്ചു വന്ന് ബോംബെറിയുന്ന ദൃശ്യമാണിത്. ഇതൊരു പ്രമുഖ ചാനൽ കാണിച്ചതാണ്. അപ്പൊ ഞാൻ സനൂപിന്റെ വീട്ടിൽ ബോംബെറിഞ്ഞതിനെ പറ്റിയിട്ട് പറയുന്നില്ല. കാരണം അവിടെയൊക്കെ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇത്തരം ആളുകളെ സഹായിക്കുന്ന ആളുകൾ ആരാണ്? കഴിഞ്ഞ കാല കുറെ മുമ്പേയുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് ഇതൊക്കെ ഏത് കാലത്ത് നിർത്തേണ്ടതാണ്. ആര് ബോംബുണ്ടാക്കി വെച്ചാലും ശരി, ഏത് പാർട്ടിക്ക് ബോംബുണ്ടാക്കി വെച്ചാലും ശരി, അതൊക്കെ പരിഷ്കൃത സമൂഹത്തിൽ ഇനി പാടില്ലാത്തതാണ്. ഇനി ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ട ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് വരികയാണ്. ആകെ ഇന്ത്യ മഹാരാജ്യത്ത് CPM ഉള്ളത് ഇവിടെ മാത്രമാണ്. നമുക്കറിയാം.
ആ അവശേഷിക്കുന്ന CPM നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പ് വെച്ച കലം പോലെ. അതാണിപ്പോ ഈ കരിവണ്ണൂർ മേഖലയിൽ 1200ഓളം വോട്ടുകൾ വർദ്ധിച്ചു വന്ന് ആയിളകിയ CPMകാർ പാവപ്പെട്ട ബാലാട്ടന്റെ അസുഖം പോലും നോക്കാതെ ആ പ്രദേശത്ത് വളഞ്ഞ് കൊലപാതക ഭീഷണി കൊലഭീഷണി നടത്തിയിട്ടുള്ളത്. അപ്പം ഇത് CPMനോട് ഞങ്ങൾക്ക് പറയാം, എന്ത് വിചാരിച്ചാലും പഴയ രീതിയിലേക്ക് നമ്മൾ വരണമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. കാരണം നമ്മളത് ആവശ്യമില്ല എന്ന് ബോധ്യപ്പെട്ടത്. അതിന്റെ ഭാഗമായി പയ്യന്നൂർ കാങ്കോല് ശ്രീജിത്തിന്റെയും സുജിത്തിന്റെയും ബൈക്ക് കത്തിച്ചു ഒരു തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പില് മെയ് മാസം 5-ാം തീയതി അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബൂത്തിലിരുന്നതിന്റെ പേരിലാണ് ശ്രീജിത്തിന്റെയും സുജിത്തിന്റെയും പേരിലുള്ള രണ്ട് ബൈക്കുകൾ കത്തിച്ചത്. ഞങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങൾ ആ ബൈക്ക് പൊതുജനങ്ങളോട് പറഞ്ഞ് ആ പ്രദേശത്തുള്ള പാർട്ടിക്കാർ ജനങ്ങൾ സഹായിച്ചിട്ടാണ് ബൈക്ക് പഠിച്ചു കൊടുത്തില്ല. ഞങ്ങൾ അവിടെ ഏതെങ്കിലും CPM പ്രവർത്തകന്റെ ബൈക്ക് ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അതിനെ ആക്രമിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. ഞങ്ങൾ പോയിട്ടില്ലല്ലോ. നിങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബാങ്കുകൾ, നിങ്ങളുടെ രക്തസാക്ഷി ഫണ്ടുകൾ ഒക്കെ അടിച്ചു മാറ്റുന്ന നേതാക്കന്മാരാണ് നിങ്ങളത്തെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുമ്പോഴാണ് സഖാക്കൾക്ക് പോലും ഇന്ന് ആ പാർട്ടി വേണ്ടാതായിട്ടുള്ളത്. പിന്നെ MP ജയരാജൻ നാഴികക്ക് 40 വട്ടം കളവ് പറയുമെന്ന് എല്ലാവർക്കും അറിയും. MP ജയരാജന്റെ ജൽപ്പനങ്ങൾ ഇപ്പൊ ആരും വിശ്വസിക്കുന്നില്ല. സ്വന്തം ഭാര്യ പോലും ജയരാജന്റെ വാക്കുകൾ എടുക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. പാർട്ടിക്കാർ എന്തിന്റെ എടുക്കണ്ടേ? സഖാക്കളെ നേരത്തെ വിട്ടില്ല. കാരണം കുറെ ഗ്രൂപ്പുകളുണ്ട് സഖാക്കൾ. നിങ്ങൾക്കറിയാം എന്തൊക്കെ സഖാക്കളാ. പല സഖാക്കളെ ഗ്രൂപ്പും ഉണ്ടല്ലോ. ആ ഗ്രൂപ്പിലൊക്കെ തള്ളിപ്പുറ ഒരു കാലത്ത് താലോലിച്ചതാ. പോരാളി ഷാജിനെയും ചെകുവേലയും നെൽക്കതിരിനെയും ചെങ്കതിരിനെയും ഒക്കെ താലോലിച്ച് വളർത്തി സമൂഹത്തിലെ മൊത്തം രാഷ്ട്രീയക്കാരെ അവഹേളിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടപ്പോ അതിനെ താലോലിച്ച് ഓരോ ക്യാപ്സ്യൂൾ കൊടുത്ത ജയരാജൻ ഇപ്പം പറയുന്നെന്താ? അതൊന്നും ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങളുടേതല്ല. ഇത് തന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞ് ഷെറിൻ കൊല്ലപ്പെട്ടപ്പോ മെയ് 5-ാം തീയതി തെരഞ്ഞെടുപ്പ് വേളയില് മുളിയാന്തോട് വെച്ച് ബോംബ് സ്ഫോടനത്തിൽ ഷെറിൻ എന്ന് പറഞ്ഞ DYFIക്കാരൻ കൊല്ലപ്പെട്ടു. അവിടെ വിനോദനും സജീവനൊക്കെ പരിക്ക് പറ്റി കണ്ണുകൊക്കെ പോയി കിടന്നപ്പോ അവിടെ സന്നദ്ധ സേവന പ്രവർത്തനം നടത്തിയ DYFI നേതാക്കന്മാരെ പിടിച്ചുകൊണ്ടുവെന്ന് പറഞ്ഞ് അപ്പൊ വലിയ കേരളം മൊത്തം ചർച്ചയായി. ആ ചർച്ചയായപ്പോ പറഞ്ഞത് DYFI ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. DYFIയുടെ നേതാക്കന്മാർ, ഇന്നത്തെ മന്ത്രിമാർ, അതേ പാർട്ടി ഈ സമൂഹത്തെ കബളിപ്പിക്കുന്ന നോക്കൂ. ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്നത് എന്താ? DYFI ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ സനീഷിനോട് പോയി ചോദിക്കൂ, സനോജിനോട് പോയി ചോദിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കളവ് പറയുന്ന, ഇങ്ങനെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന, കണ്ണിൽ പൊടിയിടുന്ന എത്ര കാലം ഇത് കൊണ്ടുപോകാൻ സാധിക്കും? CPM ഇപ്പൊ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ വോട്ട് നഷ്ടപ്പെട്ട്, മുഖം നഷ്ടപ്പെട്ട്, അണികൾ കൊഴിഞ്ഞു പോകുന്ന പാർട്ടിയെ പിടിച്ചു നിർത്താനായിട്ടുള്ള ആസൂത്രണം എന്താണ്? അക്രമമാണ്, സംഘർഷമാണ്. ആ സംഘർഷത്തിലൂടെ P ജയരാജൻ തുടങ്ങി വെച്ച ആ സാധനം ഇന്ന് തുടർന്നു പോകാനുള്ള മനോഭാവത്തിലെ CPM. അതാ PJRBയും നമ്മളൊക്കെ ആർമി, ഇന്ത്യൻ ആർമിയെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ PJRB ഉണ്ട്. MP ജയരാജനെ സപ്പോർട്ട് ചെയ്യാനില്ല P ജയരാജനെ സപ്പോർട്ട് ചെയ്യുന്ന PJRB. ഈ PJRBയിലൊക്കെ വളർത്തിയതാരാ? CPM തന്നെയാണ്. അപ്പം ഈ രീതിയിൽ വീണ്ടും സംഘർഷഭരിതമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഈ കണ്ണൂർ ജില്ലയിലെ ഇത്തരം കേന്ദ്രങ്ങളിൽ ഇപ്പോൾ വന്നിട്ടുള്ള മുഖം നഷ്ടപ്പെട്ട, അണികൾ പിന്തിരിഞ്ഞു പോയിട്ടുള്ള ഈ പാർട്ടിയെ പിടിച്ചു നിർത്താൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയെ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പാനൂര്, തലശ്ശേരി ആ പ്രദേശങ്ങളിൽ ഒരു സംഘർഷത്തിന് വേണ്ടിയിട്ട് CPM ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ചില ആസൂത്രണങ്ങൾ നടക്കുന്നുണ്ട്. അത് ചില ആളുകൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പല പരിചിതമില്ലാത്ത മുഖങ്ങളും വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന P ശശി നിയന്ത്രിക്കുന്ന പോലീസാണ് കണ്ണൂരിലെ പോലീസ്. കണ്ണൂരിലെ പോലീസ് ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ, ആരെ ചോദ്യം ചെയ്യണം, ആരെ പിടിക്കണം, ആര് പോലീസ് സ്റ്റേഷനിൽ വന്നാൽ നീതി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് P ശശിയുടെ നിർദ്ദേശാനുസരണ. അത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, നായനാർ ഭരിക്കുമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്ന് സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടായത്. ഇപ്പൊ വീണ്ടും ആ അന്തരീക്ഷത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് P ശശിനെ അവിടെ അവരോധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്,
സംഘർഷമല്ല പരിഹാരം. CPM ഈ സംഘർഷത്തിന് പിന്തിരിയണം. ജനാധിപത്യം പുരപ്പുറത്ത് കയറി പ്രസംഗിക്കുന്ന CPM ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ നല്ലവരായ CPM നേതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനും നിങ്ങൾ ഇതിനെ പ്രതികരിക്കണം. ഈ പാർട്ടിക്കെതിരെ നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇപ്പം സുധാകരനൊക്കെ പ്രതികരിക്കുന്നുണ്ട്, തോമസ് ഐസക് പ്രതികരിക്കുന്നുണ്ട്. സുധാകരനെതിരായിട്ട് വാളൊന്നുമാണ് ഇപ്പോ. മുൻ മന്ത്രി സുധാകരൻ ഇപ്പോ അവർക്ക് ആരുമല്ല, പണ്ട് ലോറൻസ് ആരുമല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും അവർക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ പടിയടച്ച് മുണ്ടം വെക്കുന്ന നികൃഷ്ടജീവികളായി കരുതുന്ന, കുലംകുത്തികളായി കരുതുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കണ്ണൂരിലെ സംഘർഷത്തിൽ ഇനിയും മടുപ്പ് വന്നിട്ടില്ല. ഈ ചോര കണ്ട് മടുത്തു വന്നിട്ടില്ല. ഈ മടുപ്പ് വന്നിട്ടില്ല. ചോരക്കുത്തി തീർന്നിട്ടില്ല ഈ പാർട്ടിക്ക്. അതുകൊണ്ട് നല്ലവരായ CPM-നോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ സംഘപരിവാർ പ്രസ്ഥാനത്തെ എതിർത്തോളൂ, പക്ഷെ ജനാധിപത്യ രീതിയിൽ നിങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ ഇതിനെ തടയാൻ സാധിക്കില്ല. ജനാധിപത്യ രീതിയിൽ നിങ്ങൾക്ക് തടയാൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ബോംബ് നിർമ്മിക്കുന്നതും ആയുധമെടുക്കുന്നതും. ബാലാട്ടന്റെ വീട്ടിൽ സമാധാനമായ 1 മണിക്കൂറാണ് ഇരുന്നതിന് ആരുള്ളി വീട് പറഞ്ഞ ആളുകൾ എന്താ ചെയ്തതറിയോ? അവിടെ ഈ 3 ഇരുമ്പ് വടി, ഒരു പിടിയില്ലാത്ത കൊടുവാള്, വലിയ കൊടുവാള്, വാള് തന്നെ, പിടിയില്ലാത്ത വാള്, ആ വാള് കൊണ്ടുപോയി വെച്ചിട്ട് പോലീസിനെ വിളിച്ചു പറയാ. എന്നിട്ട് അതിന് മുന്നേ തന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇത് ഫോട്ടോ ചിത്രീകരിച്ചിടുക. ഇതേ ഏത് സമൂഹത്തെ പൊട്ടന്മാരാക്കുന്നത്? നിങ്ങളെ കണ്ണൂരിലെ പോലീസിനെ ഞങ്ങൾ മോശമെന്ന് പറയില്ല. നല്ല സമർത്ഥരായ ഉദ്യോഗസ്ഥരുണ്ട്, നിയമപാലകന്മാർ, സത്യസന്ധരായ ആളുകളുണ്ട്. പക്ഷെ ഒരുപറ്റം അസോസിയേഷൻ നേതാക്കന്മാർ ഈ സത്യസന്ധമായ ഉദ്യോഗസ്ഥന്മാരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. അവിടെ അവർക്ക് ഏറാമൂളികളായി നിൽക്കണമെന്ന ആഗ്രഹത്തിലാണ് പോലീസിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയി ഈ 2 കിഡ്നി പോയ ബാലാട്ടന്റെ വീട്ടിൽ പോയിട്ട് ഈ 3 പൈപ്പും, ഇരുമ്പ് പൈപ്പും, ഇതിന്റെ ഒരു വലിയൊരു വാളും, വെള്ളിയില്ലാത്ത വാളും വെച്ചിട്ട് പോലീസിനെ അറിയിച്ചിട്ട് പോലീസ് അത് വലിയ എടുത്തോണ്ട് ഞങ്ങൾ പറഞ്ഞ അതിന് രക്ഷവന്റെ അന്വേഷണം നടത്തണം. അതിനെ പിടിക്കണം. വെറുതെ ലാഘവത്തോടെ കാണരുത്. ആ വീട്ടുപറമ്പിൽ, ബാലാട്ടിന്റെ വീട്ടുപറമ്പിൽ ഈ പഴകിയ ആയുധം കൊണ്ടുപോയി വെച്ച് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ഈ അവിടെ ചേർന്നവരെ കേസിൽപ്പെടുത്താനും ശ്രമിച്ച CPM-ന്റെ കുബുദ്ധികളായ നേതാക്കന്മാരുണ്ട്. ആ പ്രാദേശിക നേതാക്കന്മാർ അവരെ കേസിൽ പ്രതിയേർക്കണം. ഇതങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഒരു വീട്ടിൽ പോലും ഇരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യ മര്യാദയാണ്? അതുകൊണ്ട് ആ മര്യാദ മാർക്സിസ്റ്റ് പാർട്ടി പാലിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി സംഘർഷത്തിനല്ല പോട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി സംവാദത്തിന് വേണം. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാണ്. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിച്ചാൽ പച്ചക്കൊടിയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് അരിവാൾ ചുറ്റിക ഉണ്ടാക്കിയിട്ട് മുക്കിന് മൂലക്ക് കെട്ടിയ പാർട്ടിയായി പാർട്ടി. ആദർശമില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. പച്ചക്കൊടി, ചുവപ്പുകൊടി പോയി പച്ചക്കൊടിയിലാണ് അരിവാൾ ചുറ്റിക ഈ തെരഞ്ഞെടുപ്പിൽ കെട്ടിയത്. അങ്ങനെ മതപ്രീണനം നടത്താൻ നിസ്കാരപ്പായ, നിങ്ങൾ ആലോചിക്കണം, ഞങ്ങൾ ഒരു മതത്തിനെതിരില്ല, പക്ഷെ ഏതെങ്കിലും ലീഗ് പോലും തെരഞ്ഞെടുപ്പ് വേളയിൽ അവരുടെ പൊതുയോഗത്തിന് നിസ്കരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. തൊട്ടടുത്ത പള്ളിയിൽ നിസ്കരിക്കാൻ അവിടെ ഒരുക്കി കൊടുത്തിട്ട് പോലും വോട്ട് കിട്ടിയിട്ടില്ല. എന്തൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് എന്തൊക്കെ, ഇതൊക്കെ കണ്ട CPM അണികളുണ്ട്. ആനിരാജയുടെ പൊതുയോഗം ഞാൻ കണ്ടു. ആനിരാജയുടെ മുഖ്യമന്ത്രി വാങ്ങി വിളിക്കുന്നിടത്തും ഞങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. വാങ്ങി വിളിക്കുമൊക്കെ 2 മിനിറ്റ് ആ പ്രാർത്ഥനാ സമയത്ത് ഞങ്ങളൊക്കെ പ്രസംഗം നിർത്താറുണ്ട്. ഇത് തന്നെയാണ്. പക്ഷെ എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നത് മുഖ്യമന്ത്രി. എന്തൊരു വിരോധാവസ്ഥ! അത് അണികൾക്ക് ബോധ്യപ്പെട്ടിട്ട് CPM-ന്റെ മതേതര പാർട്ടി എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളോടും ഒരേ സമീപനമായിരിക്കണം. എല്ലാ മതങ്ങളോടും ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടി, വോട്ടിന് വേണ്ടി മതത്തിന്റെ പുറകെ പോകുമ്പോൾ ആ മതം മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് തട്ടിപ്പാണ്, ഇത് കുറുക്കനാണെന്ന്. അതുകൊണ്ട് CPM-ന് ആ മതത്തിൽ പോലും വോട്ട് കിട്ടിയിട്ടില്ല. മതത്തെ പറ്റിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് മതസംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിനൊക്കെ CPM-ആണ് ശ്രമം നടത്തുന്നത്. ആ CPM-നോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കണം, ഇതിൽ നിന്നൊക്കെ പിന്തിരിയണം, സമാധാനപൂർണ്ണമായ അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം എന്ന് മാത്രമേ ഈ പത്രസമ്മേളനത്തിൽ പറയുന്നുള്ളൂ. കാരണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട്, ഈ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, CPM-ന്റെ പൊയ്മുഖം മനസ്സിലാക്കണം. ഈ പാവപ്പെട്ട ബാലാട്ടനെ പോലെയുള്ള അസുഖം ബാധിച്ച ആളുകളുടെ വീട്ടിൽ പോയി വീരവാദം മുഴക്കലല്ല. ഞങ്ങൾ അവിടെ പോയി, അവിടെ പയ്യന്നൂര് മണ്ഡലം കമ്മിറ്റി ചേർന്നിട്ടുണ്ട്. ഇനി എവിടെ വേണ്ടിക്കലും ഗോവിന്ദമാഷ വീട്ടിന്റെ പരിസരത്ത് ഇതേപോലെ അനുഭവം നമുക്ക് ഉണ്ടായാൽ
ഞങ്ങൾ ആ വീട്ടിലും യോഗം ചെയ്തു, ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ വീട്ടിൽ. അതൊന്നും കെൽപ്പില്ലാത്ത പാർട്ടിയല്ല ബി ജെ പി. മുൻകാലങ്ങളെ പോലെ ബി ജെ പി അങ്ങനെ തടഞ്ഞു വെക്കാമെന്നൊന്നും ധരിക്കണ്ട. നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങൾ അണികൾ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അവരതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നല്ലവരായ പ്രവർത്തകന്മാരോട് ഞങ്ങൾ പറയുന്നത് ആ പാർട്ടിയെ തിരിച്ചറിയണമെന്ന് മാത്രമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. ജനാധിപത്യ വിശ്വാസികൾ അത് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട ആളുകളോട് ഞങ്ങൾക്ക് ഇതാണ് പറയാനുള്ളത്. ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. ഇവരുടെ വീട്ടുപറമ്പെന്നാണോ ഈ വെടിവാളും ഇതൊക്കെ പിടിച്ചത്? ഇവരുടെ വീട്ടുപറമ്പെന്നാണ്. അതെ, വീട്ടിന്റെ മതിലിനോട് ചേർന്നിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു വെച്ചിട്ട് കറക്റ്റ് സ്ഥലം പോലീസിനെ വിളിച്ചു പറയാ, പോലീസ് അത് എടുക്കുന്നു. അതിനായിട്ടും കൂടെ വാട്സപ്പിൽ വരുന്നു, ഫേസ്ബുക്കിൽ വരുന്നു, പാർട്ടി ഗ്രൂപ്പിൽ വരുന്നു, ചെറുപേരയിൽ വരുന്നു, ചെങ്കത്തിൽ വരുന്നു. പോരാളി ഷാജി ഇട്ടിട്ടാണ് തോന്നുന്നു. കാരണം ഇപ്പൊ പോരാളി ഷാജി ഇവരുമായിട്ടാണ് ഇപ്പൊ പോരാട്ടം നടക്കുന്നത്. CPM ആയിട്ട് പോരാട്ടം നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പൊ ക്യാപ്സ്യൂളൊന്നും ആ വഴിക്ക് പോകുന്നില്ല. ക്യാപ്സ്യൂൾ തിരിച്ചാ വരും. അല്ല, ഇങ്ങനെ CPM പറയുന്നത് ബോംബ് പൊട്ടി നമ്മളല്ല, നമ്മുടേതല്ല, അത് ആരോ കൊണ്ടച്ച് എന്നാണ് CPM പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളെ 51 വെട്ടുവെട്ടിന് മാഷ ആളാന്ന് ചിത്രം ഒട്ടിച്ച പാർട്ടിയല്ലേ പാർട്ടി. അന്നത്തെ പറഞ്ഞ് ഞങ്ങളല്ല, മാഷ ആളെ ഞങ്ങളല്ല എഴുതാം, ഞങ്ങൾക്ക് അറബി വേർഡ്സ് ഒന്നും എഴുതാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ പാർട്ടിയല്ലേ. ആരെയും വിളിച്ച് ഏകദേശം മാഷ സ്കൂളിൽ കേറിയിട്ടാണ് വിളിക്കുന്നത്. 10-60 കുട്ടികളൊന്നുമില്ല. അതൊന്നും പഴയ കാലം ഞാൻ പറയുന്നത് ഓർമ്മിപ്പിക്കുന്നില്ല. CPM എപ്പ സത്യം പറഞ്ഞിട്ടുള്ളത്? ഏത് കാലഘട്ടത്തിലാണ്? ഏത് കാലഘട്ടത്തിൽ സത്യം പറഞ്ഞൊരു പാർട്ടി? സത്യത്തില് എനിക്ക് തോന്നുന്നു കളവ് പറയാൻ ഡോക്ടറേറ്റ് എടുത്ത നേതാക്കന്മാർക്കാണ് ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുള്ളത്. അവിടെ PhD എടുക്കുന്ന കളവിലാണ്. കളവ് പറയുന്ന ഏറ്റവും നല്ല കളവ് പറയുന്നവരാണ് ഏറ്റവും നല്ല സെക്രട്ടറി. അതാ MB ജയരാജൻ പാടിയിരിക്കുന്നത്. നല്ല മുഖത്ത് നോക്കി നല്ലവണ്ണം കളവ് പറയാൻ കഴിയുന്ന ഒരു വ്യക്തി. അതുകൊണ്ടാണ് ജനം തിരിച്ചറിഞ്ഞിട്ട് 1 ലക്ഷം വോട്ട് തോപ്പിച്ചത്. നല്ല പാർട്ടിയാണെങ്കിൽ CPM പ്രതീക്ഷിച്ചാൽ 1 ലക്ഷം വോട്ടിന് നോക്കുന്നു. ഞങ്ങൾക്ക് ആരാന്റെ വോട്ട് നോക്കണം? ഞങ്ങളെ വോട്ട് നോക്കും. ഞങ്ങൾക്ക് 33 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കേരളത്തിൽ 20% വോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പയ്യന്നൂരിൽ തന്നെ ഞാൻ ആ വോട്ടിന്റെ കണക്കൊന്നും പറയായിട്ടാണ്. പയ്യന്നൂരില് 9198 വോട്ടിന്റെ വർധനവാണ് ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ വർഷത്തേക്കാണ്. 9198 വോട്ടിന്റെ വർധനവ്. അതാണ് ആലുകളായിട്ടുള്ളത്. പയ്യന്നൂർ സഖാക്കൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്. ഞങ്ങൾ പറഞ്ഞു പയ്യന്നൂരിലെ സഖാക്കൾ പാവപ്പെട്ട നല്ലവരായ സഖാക്കൾ ഈ ദാക്ഷ്യത്തിനെതിരെ, ധിക്കാരത്തിനെതിരായിട്ട്, ഈ മാടമ്പിത്തരത്തിനെതിരായിട്ട്, ഈ കളവ് പറയുന്ന ഈ പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. അവരെ നമ്മളോട് നാളെ നിൽക്കുന്നുള്ള പ്രതീക്ഷയോ. ഞങ്ങൾ അവരുമായിട്ട് ഒരു സംഘർഷത്തിലും CPM നേതാക്കന്മാരുമായിട്ടോ പ്രവർത്തകന്മാരുമായിട്ടോ ഒരു സംഘർഷത്തിന്റെ പാതയും ഞങ്ങൾ സ്വീകരിക്കുകയില്ല. ഞങ്ങളതൊക്കെ പണ്ടേ അവസാനിപ്പിച്ചു. പ്രതിരോധത്തിന് വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ടായി, പക്ഷെ അതൊക്കെ അവസാനിപ്പിച്ചു. ഇനി ഞങ്ങൾ പറയുന്ന CPM-നോട് സംവാദത്തിന് വേണം, ജനാധിപത്യ രീതിയിൽ വേണം. CPM ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേണം. ജനങ്ങൾ ഉണ്ടാക്കുന്ന പാവപ്പെട്ടവൻ നയിച്ചുണ്ടാക്കിയ ഈ സഹകരണ ബാങ്ക് കൊടുത്തുണ്ടാക്കുന്ന പൈസ വിഴുകുന്ന ആളുകളായി CPM നേതാക്കന്മാർ മനസ്സിലാക്കിയതുകൊണ്ടാണ് അണികൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കതേ പറയാം. ഞങ്ങൾ CPM-നോട് പറയുന്നത് അക്രമം അവസാനിപ്പിക്കണം. അക്രമം ഒന്നിനും പരിഹാരം. അടിക്കടി സംഭവട്ടെ, ഒന്നൊന്നായി സംഭവങ്ങൾ വരികയാണ്. ഓരോ സ്ഥലത്തും പോകോട്ടുന്നു, സാധാരണക്കാരൻ മരിക്കുന്നു, പാവപ്പെട്ടവൻ മരിക്കുന്നു. അപ്പൊ ഇത് ഒരു ക്രിമിനൽ സംഘത്തിന്റെ കയ്യിലേക്ക് CPM പോകരുത്. ഞങ്ങൾക്ക് ആഗ്രഹമാണ് CPM-നെ നിയന്ത്രിക്കുന്ന ക്രിമിനൽ സംഘമായി മാറുന്നില്ല. ആ ക്രിമിനൽ സംഘത്തിൽ നിന്ന് CPM-നെ മോചിപ്പിക്കാൻ CPM-ന് നല്ല നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാർ പരിശ്രമിക്കുന്നതാണ്. ഈ പഴയ രീതി ഓർത്ത് CPM പിന്മാറും എന്ന് പറയുന്നത് BJP വേണ്ടി വന്നാൽ പഴയ രീതിയിലേക്ക് മാറും എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. ഞാൻ ലാസ്റ്റ് പറഞ്ഞതല്ലേ, പഴയ രീതി വേണ്ടെന്നല്ലേ പറഞ്ഞു. ഞങ്ങൾക്ക് അതിനകത്ത് താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ. ഇനിയൊന്ന് ഒരു ജനങ്ങൾക്ക് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വികസനമാണ് ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിക്കാനാണ് ജനാധിപത്യ രീതി പാർട്ടി, രാഷ്ട്രീയ പാർട്ടികൾ. അപ്പൊ ജനാധിപത്യ രീതിയിലേക്ക് മടങ്ങി വരണം അവർ. ഇപ്പോൾ അവരാണല്ലോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാ ഭാഗത്തും ബോംബ് കൊടുക്കുന്ന അവരുടെ കയ്യിലാണല്ലോ. എല്ലാ സ്ഥലത്തും വീട് പറയുന്ന അവരാണല്ലോ. ബോംബ് പറയുന്ന അവരാണ്. എന്തിനാണ് ഈ പ്രശ്നം ഞാൻ ചോദിക്കുന്നത്? ഞങ്ങൾ CPM-ആയിട്ട് സംസാരിക്കാൻ തയ്യാറാണല്ലോ, സംവാദം നടത്താൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. ഞങ്ങൾ പറയാൻ ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുന്നു. ആ CPM-ന്റെ ഒരുപറ്റം അണികൾക്ക് അതിൽ താല്പര്യമില്ല. ഒരുപറ്റം അണികൾക്ക് താല്പര്യമുള്ളത് നേതാക്കന്മാരുടെ നിർദ്ദേശാനുസരണം. ഒരുപറ്റം നേതാക്കന്മാർക്ക് താല്പര്യമുണ്ട്. ആ നേതാക്കന്മാരുടെ മനസ്സ് മാറണം. അവരുടെ മനസ്സ് മാറിയാൽ തന്നെ പ്രശ്നം തീരും.
CPM ഈ ചർച്ചക്ക് സന്നദ്ധമായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണോ? CPM അങ്ങനെ വരുന്നില്ലെങ്കിൽ ബോംബ് പൊട്ടോ, വേലായി ചട്ടം മരിക്കുമോ? ഈ സ്വന്തം കൂടെ കിടക്കുന്ന പാർട്ടിയുടെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹരീഷ് എന്ന് പറയുന്ന ബ്രാഞ്ച് സെക്രട്ടറി അച്ഛനെയല്ലേ ഈ സാധനം വെച്ച് പൊട്ടിച്ചു കൊന്നു? എന്നിട്ടിപ്പോ നാട്ടുകാരെടുക്കുന്ന തീരുമാനം ഞാനത് പറയാം. AKG ഫണ്ടിട്ടല്ല ഇവരുടെ AKG സെന്ററിന്റെ ഫണ്ട് കൊടുക്കണം. ജനങ്ങളെ മുമ്പോട്ട് ഏൽപ്പിക്കരുത്, പാട്ട കൊടുക്കരുത്. ആ കുടുംബത്തെ സഹായിക്കണം. പാവപ്പെട്ട കുടുംബം ഞങ്ങളൊക്കെ പോയതാ. ആ ബോഡി കാണാനും ആ വീട്ടിലും ഞങ്ങളൊക്കെ പോയതാ. പാവപ്പെട്ട കുടുംബം തേങ്ങ പെറുക്കി, പാവം 90ാമത്തെ വയസ്സിൽ ഉച്ചക്ക് അരക്കാനായിട്ട് തേങ്ങ പെറുക്കാൻ പോയതാ. പാവം എടുക്കാൻ പോയതാണ്. തേങ്ങ വിൽക്കാൻ പോയതല്ലോ, പെറുക്കിട്ട് വിൽക്കാൻ പോയതല്ലോ. വീട്ടിലേക്ക് തേങ്ങ എടുക്കാൻ പോയതാ. അടുത്ത വീട് കൂട്ടിയിട്ട വീട്. നിങ്ങൾക്ക് പലതും അറിയാം, നിങ്ങൾക്കത് പറയാൻ കഴിയില്ല, ഞങ്ങൾക്കത് പറയാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പലതും അറിയാം, ചാനലുകാർക്കല്ലോ. ആ ഗ്രാമത്തിന്റെ പ്രത്യേകതയും അവിടുത്തെ പ്രത്യേകതയൊക്കെ. അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാൻ, നിങ്ങളിലൂടെ സമൂഹത്തെ അറിയിക്കാനാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം. അതൊരു സീന എന്ന് പറഞ്ഞ യുവതി ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു. അതെ, ഞങ്ങൾ അങ്ങനെ പ്രതികരിക്കണം. ഏത് പാർട്ടി ആയാലും ശരി, ഇത്തരം കൊള്ളരുതായ്മ കാണിക്കുന്ന പാർട്ടിക്കെതിരെ ഏത് സ്ത്രീകൾ വന്നാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യാം. ഏത് പാർട്ടി ആയിക്കോട്ടെ. സീന സ്ത്രീകൾക്ക് ഞങ്ങൾക്കായിട്ടൊന്നും ബന്ധമില്ല, ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ സീന പേട്ടമ്മ പറഞ്ഞോ ഏതൊക്കെ പാർട്ടിയിൽ ഉണ്ടെന്ന് പറഞ്ഞോ, അവരോട് ചോദിച്ചാൽ അവരോട് പാർട്ടിയിലുള്ള ഇത് ഇപ്പൊ CPM-ന്റെ അണികൾ തന്നെ ആരാ വോട്ട് ചെയ്ത് ആർക്കാന്നതിന് ഓർക്ക് പരിശോധിച്ചു കൊടുക്കാം. ഇനി അവരുടെ കാലം അളക്കുന്ന വിഷയം ഉണ്ടല്ലോ, ഇതൊക്കെ അളക്കുന്ന വിഷയം വെച്ച് അത് നോക്കിയാൽ പോരെ. ഭർത്താവ് ഏതാണ് അളക്കുന്ന അളവിൽ എത്ര ആയിരുന്നു, ഭർത്താവിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, ഏത് പാർട്ടിയിലാണ് ടെമ്പറേച്ചർ, CPM-ലാണ് കോൺഗ്രസിലാണെന്നൊക്കെ അളക്കട്ടെ. ഞങ്ങൾ സ്വന്തം പാർട്ടിയിലെ വോട്ട് പോയതിനെ പറ്റി കണ്ടുപിടിക്കാൻ പറ്റാത്ത പാർട്ടിയായി മറ്റേ പാർട്ടിയിലെ സീനയുടെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ. സീന എന്ന വീട്ടമ്മ ചങ്കൂറ്റത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു മാറ്റമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇത്തരം പ്രദേശങ്ങളിൽ ഈ പറയുന്ന കുഗ്രാമങ്ങൾ എന്ന് പറയുന്ന കെട്ടിട എങ്ങനെ വരിഞ്ഞു കെട്ടിവെച്ചിട്ടുള്ള എന്താ ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടി? ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തുവാണ്, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുവാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിന് നിന്നു കൊടുക്കാതെ ഒരു വീട്ടമ്മ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അവർ ഏത് പ്രസ്ഥാനത്തിലായിക്കോട്ടെ, വിശ്വാസിയായിക്കോട്ടെ, വിശ്വാസമല്ലാത്തവരായിക്കോട്ടെ, രാഷ്ട്രീയമില്ലാത്തവരായിക്കോട്ടെ, ഞങ്ങൾക്കതൊന്നും നോക്കണ്ട. പക്ഷെ അത്തരം ചങ്കൂറ്റം കാണിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ അവരെ പിന്തുണയ്ക്കുക. കാരണം പക്ഷെ ഒന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ വായിച്ചറിയാം, 1 or 2 മാസം കഴിയേണ്ട താമസം ഇതൊക്കെ കെട്ടടക്കുമ്പോ അവരിപ്പം തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാ ഞാൻ അറിഞ്ഞത്. പാർട്ടിയുടെ മെമ്പർമാർ ഭീഷണിപ്പെടുത്തുന്നു, അവർക്കെതിരായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രകോപനപരമായ രീതി ഇടുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു. അവരെ വീട് അവിടെയുണ്ട്. അത് 2-3 മാസം നിന്നാൽ ഭാഗ്യമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം അത്രയധികം താലിബാനിസം നടപ്പിലാക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുന്ന അത്തരം സ്ത്രീകൾ, വീട്ടമ്മമാർ, സഹോദരിമാർ രംഗത്ത് വരുന്നത് സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ നിങ്ങൾ വരണം, മുന്നിൽ അമ്മമാര് വരണം, സഹോദരിമാർ വരണം. ഇത്തരം ക്രിമിനൽസിനെയും നാടുവാഴുന്ന തമ്പുരാക്കന്മാരെയും തുറന്നു കാണിക്കാൻ വരണം. അപ്പൊ ഈ യോഗത്തില് പറഞ്ഞില്ല, ഈ യോഗത്തിൽ പങ്കെടുത്തിട്ട് നമ്മുടെ ബാലേട്ടനാണ്, ബാലേട്ടന്റെ വീട്ടിലാണ് ഇവിടെ യോഗം ചെയ്യുന്ന മണ്ഡലം കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ ബാലകൃഷ്ണൻ സെലോറ ബാലേട്ടൻ, അദ്ദേഹത്തിന്റെ ബേക്കറി കുറെ വർഷം മുമ്പേ അവിടെ കത്തിച്ചതാണ്. മണ്ഡലം നമ്മുടെ ഈ ബാലകൃഷ്ണൻ നമ്മുടെ BJP-യുടെ പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റാണ്. അതിന്റെ പുറത്ത് മണിയറ രാഘവട്ടൻ പയ്യന്നൂർ മണ്ഡലം വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ വാഹനമാണ് 4 ടയറും കാറ്റടിച്ചു കിട്ടും കാറിന്റെ, ചാവി എടുത്തു കൊണ്ടുപോയി. അങ്ങനെ ആ വണ്ടി അവിടെ ഉപേക്ഷിക്കേണ്ട ഗതികേട്ടിലുണ്ടായി. നമ്മുടെ മണ്ഡലം കമ്മിറ്റി അംഗമാണ് ഗണേഷ്, പഞ്ചായത്ത് കരിവള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഗണേഷ്. അപ്പൊ ഇവരൊക്കെയാണ് ഇദ്ദേഹത്തിനാണ് വധഭീഷണിയൊക്കെ മുഴക്കിയതായിരുന്നു. അദ്ദേഹം ആ പഞ്ചായത്ത് പ്രസിഡന്റാണ്. നല്ല മാറ്റമുണ്ടാക്കി 1200ഓളം വോട്ട് കൂടി ആ പഞ്ചായത്ത്. അതില് കാരണക്കാരായ ആള് ആരൊക്കെയാണ് അവരെയൊക്കെ തെരഞ്ഞു പിടിച്ചിട്ടാണ് വധഭീഷണി നടക്കുന്നത്. ഓക്കെ.